നോക്കൂ, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി മുഹമ്മദ് റിയാസുമായി അടുപ്പമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നടന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമായാണ് CPIM കണക്കാക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതേപോലെ തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ P. നിഖിൽ മുഹമ്മദ് റിയാസിന്റെ സഹപാഠികളുടെ വീടുകൾ തുടങ്ങി 8 ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. മുഹമ്മദ് റിയാസിന്റെ ഭാര്യ വീണ ടിയുടെ ഡയറിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യമിടുകയാണോ എന്ന കാര്യം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി പ്രസാദ് ഉറുമ്പശ്ശേരി നമുക്കൊപ്പം തത്സമയമുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് ഒരു പുതിയ വാർത്ത ബ്രേക്ക് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. ED ഈ മുഹമ്മദ് റിയാസിനെ അടക്കം ഒരു പക്ഷേ ചോദ്യം ചെയ്തേക്കും എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ നടന്ന റെയ്ഡിന്റെ സ്വഭാവം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ ED ഇവിടെ വന്ന് വലിയ പരിശോധനയൊക്കെ നടത്തിയ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയതാണ്. പക്ഷേ ഇന്നലെ വീണ്ടും, അല്ലെങ്കിൽ EDയുടെ 3ാം ഘട്ട പരിശോധന എന്ന നിലയിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ മുഹമ്മദ് റിയാസുമായി വളരെ അടുപ്പമുള്ള പലരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്നും കാര്യമായി എന്തെങ്കിലും രേഖകൾ EDക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായ ഉത്തരങ്ങളുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ നാളുകളിലൊക്കെ ED വന്ന സമയത്ത് നടത്തിയ ഒരു വലിയ പ്രതിഷേധമോ പ്രകടനമോ ഒന്നും ആ സമയത്തുണ്ടായിരുന്നില്ലെങ്കിലും ഇന്നലെ വൈകിട്ടോടുകൂടി പലയിടങ്ങളിലും പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണോ CPIM-ന്റെ തീരുമാനം? EDയുടെ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തെ നമ്മൾ ഏത് തലത്തിൽ ഈ ഘട്ടത്തിൽ വിലയിരുത്തണം പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. ഇന്നലത്തെ ഒരു പരിശോധനയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് റിയാസിലേക്ക്, നേരത്തെ സഹിൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് മുഹമ്മദ് റിയാസിനെയും ED ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇന്നലെ പരിശോധന നടന്നിട്ടുള്ള 8 ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ, അദ്ദേഹം കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അതോടൊപ്പം ഈ DTPC-യിൽ വർക്ക് ചെയ്യുന്ന മറ്റ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നന്ദുലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെയുള്ള വളരെ റിയാസുമായി വളരെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ എന്നിവരുടെ വീടുകളിലാണ്, സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇന്നലെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ നിഖിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പരസ്യ കമ്പനി കൂടി നടത്തുന്നുണ്ട്, സൊലുസ് എന്ന് പറയുന്ന കമ്പനി നടത്തുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ ബോർഡുകളുടെയും മറ്റും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അതിന്റെ പ്രചരണ ബോർഡുകളൊക്കെ സ്ഥാപിക്കുകയും പരസ്യം നടക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന നിഖിലാണ്. അപ്പൊ നിഖിൽ റിയാസുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. CPM-ൽ ഏറ്റവും കൂടുതൽ, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ P. നിഖിൽ എന്ന് പറയുന്ന ആൾ. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് നിഖിലിന്റെ കോഴിക്കോടുള്ള തറവാട്ട് വീട്ടിലും അതോടൊപ്പം തന്നെ നഗരത്തിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലുമൊക്കെ പരിശോധന നടത്തിയിട്ടുള്ളത്. മറ്റുള്ള സുഹൃത്തുക്കൾ ഒന്ന് റിയാസിനോടൊപ്പം പഠിച്ചിട്ടുള്ള ആളുകളാണ്, വളരെ അടുത്ത് നിൽക്കുന്ന സഹപാഠികളാണ്. അവരും ഈ പറയുന്നത് പോലെ റിയാസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉയർന്നിട്ടുള്ള CMLR എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ മേടിച്ചു എന്ന് ED ആരോപിക്കുന്ന പണം അത് എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ED നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തൊക്കെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. ED തന്നെയാണ് അക്കാര്യം വിശദീകരിക്കുകയും ചെയ്യേണ്ടത്. എന്തായാലും മുഹമ്മദ് റിയാസിലേക്ക് ഈ അന്വേഷണം നീളുന്നു എന്ന് തന്നെയാണ് വളരെ വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ അതിന്റെ പരിശോധന കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ പണം എങ്ങനെയാണ്, ഇപ്പൊ വീണയുടെ ഡയറിയിൽ ഇവരുടെ പേരുകൾ ഉള്ളത് കൊണ്ടാണ് ഈ വീടുകളിലൊക്കെ പരിശോധന നടത്തിയെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് സ്ഥിരീകരിക്കപ്പെട്ടതല്ല, പക്ഷേ എങ്കിൽ പോലും അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുമായിട്ടുള്ള ഇടപാടുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവർ നടത്തുന്ന ബിസിനസ്സുകളിൽ റിയാസിനോ വീണയ്ക്കോ പങ്കാളിത്തമുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. എന്തായാലും അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് കൂടി നീളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഓക്കെ പ്രസാദ്.